അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹായ് കൂട്ടുകാരെ, തമ്പനയിൽ കണ്ടതുപോലെ തന്നെ വീട്ടിലിരുന്ന് തയ്യൽ ജോലി ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ഷോപ്പിലൊക്കെ ഇരുന്ന് തയ്ക്കുന്നവർക്കും ആർക്കായാലും ഒട്ടും മടുക്കാതെ തന്നെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ചില സൂത്രവിദ്യകളാണ് ഞാൻ ഈ സ്റ്റിച്ചിങ്ങിനിടയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ സ്റ്റിച്ചിങ് മേഖലയിലോട്ട് വന്നിട്ട് 17 വർഷമാകുന്നു. ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനിടയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് എത്രത്തോളമാണെന്ന് നമുക്കറിയാം അല്ലേ? സാധാരണയായി നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും, വീട്ടുജോലിയാണെങ്കിൽ പോലും ആ ജോലിയുടെ തിരക്ക് കൂടുന്തോറും നമുക്ക് സ്വാഭാവികമായും മടുപ്പുകൾ ഉണ്ടാകും അല്ലേ? അപ്പോൾ മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിരുന്ന് അടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണവും മടിപ്പും നമ്മുടെ മാനസികമായ മടിപ്പും ഒക്കെ ഒരുപാട് സ്വാഭാവികമായ കാര്യങ്ങൾ മാത്രമാണ് അല്ലേ? നമ്മളിൽ പലരും സ്റ്റിച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒന്നുകിൽ നമുക്കൊരു നേരം പോക്കായി നമ്മളതിനെ കാണുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വരുമാന മാർഗമായി കാണുന്നു അല്ലേ? നേരം പോക്കിന് തയ്ക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ടാവില്ല. അവർക്ക് ആവശ്യമെങ്കിൽ തയ്ക്കാം, ആവശ്യമില്ലെങ്കിൽ അത് നിർത്തിവെക്കാം. പക്ഷേ ഒരു വരുമാനമാണ് തൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി തയ്ക്കുന്നവർക്ക് ഒരുപാട് സ്റ്റിച്ചിങ് വരുമ്പോൾ മടുപ്പുണ്ടാകും. അങ്ങനെയുള്ളവർ ഇതിനെ ഒരു ഫാഷനായി കാണണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ അതൊരു ഉത്സാഹമുണ്ടാകുന്നത് അല്ലേ? ഇതൊരു ഫാഷനായി എടുക്കുമ്പോൾ കൂടുതൽ ഐഡിയാസ് നമ്മുടെ മനസ്സിൽ വരും. ഇനി അടുത്തതായി നാം ഏത് മോഡലാണ് അടിച്ച് കൊടുക്കേണ്ടതെന്നുള്ള ചിന്ത മനസ്സിൽ വരും അല്ലേ? അതോടൊപ്പം തന്നെ നമുക്ക് നല്ല വരുമാനവും കിട്ടിത്തുടങ്ങും. വരുമാനം കിട്ടിത്തുടങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. തയ്യലിനെ ഒരു ഭാരമായി എടുക്കാതെ ഒരു പാഷനായി എടുക്കുകയാണെങ്കിൽ നമുക്ക് മടുപ്പുണ്ടാകാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ മെഷീനൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന റൂമും എല്ലാം അടുക്കോടെയും വൃത്തിയോടെയും ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എനർജി ഉണ്ടാകും സ്റ്റിച്ച് ചെയ്യാനുള്ള. പിന്നെ ഈ അടുക്കും ചിട്ടയും വൃത്തിയുമൊക്കെ നമ്മുടെ മനസ്സിന് ഏകാഗ്രത ഉണ്ടാകുന്ന കാര്യമാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുന്ന ബാലൻസ് വെട്ട് കഷ്ണങ്ങൾ സാധിക്കുമെങ്കിൽ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കണം. ബക്കറ്റ് ഫുള്ളായി കഴിയുമ്പോൾ ചാക്കിലോട്ട് മാറ്റി അതിനെ ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. ഇങ്ങനെ മാറ്റി വെക്കുന്നത് കൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത തുണിയിൽ എന്തെങ്കിലും പിന്നീട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ വെട്ട് കഷ്ണങ്ങൾ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ റൂമിൽ സുഗന്ധമൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് തോന്നും. പോസിറ്റീവ് എനർജി അതുവഴി നമുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ജനലുകളൊക്കെ ഓപ്പൺ ആക്കി ഇടുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനും ആരോഗ്യത്തിനും ഒക്കെ ഒരു ഉന്മേഷം ഉണ്ടാകും. അതുകൂടാതെ തന്നെ തയ്യൽ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനം നമ്മൾ സമയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. സമയകൃത്യത പാലിച്ചില്ലെങ്കിൽ എത്ര നല്ല സ്റ്റിച്ചിങ് ആണെങ്കിലും ആളുകൾ നമുക്ക് തരാൻ മടിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അന്നന്നത്തെ ദിവസത്തെ ജോലിയെക്കുറിച്ചുള്ള ഒരു പ്ലാൻ നമുക്ക് ആവശ്യമാണ്. ഇന്ന് എത്ര ചുരിദാർ, മാക്സി, പർദ്ദ എന്നിങ്ങനെ തയ്ക്കും എന്നുള്ള പ്ലാൻ. അതിനാവശ്യമായ ഡിസൈൻ നമ്മൾ പൂർത്തിയാക്കി വെക്കണം. ഇതെല്ലാം തന്നെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച് തയ്യാറാക്കി വയ്ക്കണം. ഒരു ലക്ഷ്യവുമില്ലാതെ നമ്മൾ ജോലി ചെയ്യുമ്പോഴാണ് നമ്മൾ മടിയിലേക്ക് വീണു പോകുന്നത്. ലക്ഷ്യമുണ്ടെങ്കിൽ അന്നന്നത്തെ ജോലി അന്ന് തന്നെ തീർക്കും. ഓട്ടോമാറ്റിക്കലി അപ്പോൾ നമ്മുടെ മനസ്സും കൈകളുമെല്ലാം ചലിച്ചു തുടങ്ങും. നമ്മളെക്കൊണ്ട് താങ്ങാൻ കഴിയുന്ന ലക്ഷ്യങ്ങളെ നമ്മൾ മനസ്സിൽ നെയ്യാവും, അല്ലെങ്കിൽ അത് പരാജയത്തിലേക്ക് നയിക്കും. ഒരുപാട് റിസ്ക്കുള്ള ജോലികൾ ചെയ്യാൻ നിൽക്കാതെ നമുക്ക് സാധിക്കുന്നത് മാത്രം നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. പിന്നുണ്ടല്ലോ, രാവിലെ തയ്ക്കേണ്ടതാണെങ്കിൽ തലേ ദിവസം തന്നെ അത് നമ്മൾ വെട്ടി വയ്ക്കണം. അപ്പോൾ നമുക്കൊരു മടുപ്പ് ഉണ്ടാവുകയില്ല. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴാണ്, വെട്ടലും തയ്ക്കലും ഒക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്കതൊരു മടിപ്പായിട്ട് തോന്നുന്നത്. എപ്പോഴാണോ മനസ്സ് ഒരു ഫ്രഷ്നെസ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ തുണി വെട്ടണം, അല്ലെങ്കിൽ തുണിയിലത് കാണും. തുണി വെട്ടലിലത് ശരിയാകാതെ വരും. ഇത് ഒരു മെയിൻ ഘടകമാണ്. നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും തുണി വെട്ടരുത്.
തുണി വെട്ടുമ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങിൽ വെട്ടാൻ ശ്രമിക്കുക. അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ലൈനിങ് മാറ്റിയാൽ മതിയല്ലോ തുടക്കക്കാർക്കാകുമ്പോൾ. എനിക്കിപ്പോൾ ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഞാൻ അതിരാവിലെ കുറച്ച് സമയം തയ്ക്കും. പിന്നീട് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു തീർക്കും. അതിനുശേഷം ഉച്ച കഴിഞ്ഞാണ് ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ടിരിക്കുന്നത്. എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ കസ്റ്റമർ വരാറുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ നമുക്ക് ചെയ്തു തീർക്കാനും കസ്റ്റമറെ ഡീൽ ചെയ്യാനും സാധിക്കും. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രധാനമായും നമുക്ക് ആവശ്യമായത് നെക്കിൻ്റെ ഫിനിഷിംഗ് ആണ്. അതാണ് ഒന്നാമതായി ആളുകൾ ശ്രദ്ധിക്കുന്നത്. അത് നല്ല ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കഴുത്തിൻ്റെ അളവ് കസ്റ്റമർ പറഞ്ഞതുപോലെ തന്നെ ആവണം. വിഡ്ത്തായാലും പിന്നെ ഇറക്കമായാലും. നെക്കിലാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നം വരുന്നത് ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ കയറിപ്പോകുന്നതാണ്. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തയ്ക്കാൻ കഴിയണം. റെഡിമെയ്ഡ് ഡ്രസ്സ് എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആളുകളത് കുറ്റം പറയില്ല, അല്ലേ? നേരെ മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്നാകുമ്പോൾ അത് വലിയ കോലാഹലം സൃഷ്ടിക്കാൻ ഇടയാകും. പിന്നീട് അതുവഴി നമുക്ക് കസ്റ്റമറെ കിട്ടാതെ ആകും. ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഇരട്ടിപ്പണി കിട്ടും. അവർ തന്നെ അടുത്ത ആളുകളോട് നമ്മുടെ സ്റ്റിച്ചിങ് കൊള്ളില്ല എന്ന് പറയും. പിന്നെ ഇതിന് ഏറ്റവും അത്യാവശ്യമായത് ഫിനിഷിംഗ് ആണ്. നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഒരു അഭിമാനം തോന്നും, അല്ലേ? ടിപ്സുകൾ ഈ വീഡിയോയിൽ അവസാനിക്കുന്നില്ല. അടുത്ത ടിപ്സുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ തയ്യൽ അനുഭവങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. തയ്യൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ പുതിയ പുതിയ ഫാഷൻ ഡിസൈനുകളും തയ്യൽ വിശേഷങ്ങളുമായി വരുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി ടിപ്സുമായി നമുക്ക് കാണാം. ബൈ.